ഹലോ നമസ്കാരം. സൂര്യ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗാങ്സ് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ടിനിച്ചേട്ടൻ, അബു സലീമിക്ക ആൻഡ് സൂര്യക്രിഷ്. ഹലോ. അബു സലീം ചേട്ടനെയും അതുപോലെ ടിനിച്ചേട്ടനെയും ഒക്കെ കണ്ടു കഴിഞ്ഞ് ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു പോസ്റ്റർ സംഭവമൊക്കെ കാണുമ്പോൾ ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണോ, എസ്പെഷ്യലി സുകുമാരക്കുറുപ്പ് എന്നുള്ളൊരു പേരൊക്കെ അവിടെ ഉണ്ട്. അപ്പം പക്ഷേ ടിനിച്ചേട്ടൻ ഉള്ളതുകൊണ്ട് എനിക്ക് കോമഡി മൂവി ആണോ എന്നും കൂടെ സംശയമുണ്ട്. അപ്പോൾ എന്താണ് ചേട്ടാ സിനിമ മൊത്തത്തിൽ? ഞാൻ കോമഡി അധികം ചെയ്തിട്ടില്ല, ശരിക്കും പറഞ്ഞ സിനിമകളിൽ തന്നെ ക്യാരക്ടർ റോൾസ് ആണ്, അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം വേണ്ട. പക്ഷെ ഇത് തമാശപ്പടം തന്നെയാണ്, തമാശപ്പടം തന്നെയാണ്, ഫിലിമാണ്. ഇതിലെ ടൈറ്റിൽ നെയിം ഇദ്ദേഹത്തിന്റെയാണ്, സുകുമാരക്കുറുപ്പായിട്ട് വരുന്നത് അബു സലീമിക്കയാണ്. നമ്മൾ ഓണത്തിന്, അതായത് പ്രത്യേകിച്ച് എല്ലാ സിനിമാക്കാർക്കും ഓണത്തിന് ഒരു സ്ക്രീൻ സ്പേസ് കിട്ടുമെന്ന് ഭാഗ്യമാണ്. അതെ, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടാവില്ലേ ഇതിനു മുമ്പ്? പിന്നെ അത് എങ്ങനെ ഇടി സീനിലായിരുന്നോ? പുള്ളി ഡയറക്ട് ചെയ്ത പടത്തിൽ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, ഹീറോ ആയിട്ട് അഭിനയിച്ചു. സോറി, ഹൗസ്ഫുൾ എന്ന് പറയുന്ന ഉണ്ടല്ലോ. അപ്പൊ അതില് ഇടി കൊടുക്കുന്നു, ഇടി വാങ്ങുന്നു, അതിൽ വെള്ളം അടിച്ചിട്ട് പിടിക്കണ ഞാനാണ് പുള്ളിനെ. ഓഫീസർ, പോലീസ് ഓഫീസറെ പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്യുന്നത് വളരെ വിരളമായിട്ട് രാജൻ കേസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഉണ്ടായിരിക്കണം അബു കേസിലാണ്. വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അപ്പൂപ്പന അടുപ്പിൽ ആവാലെന്നും ചോദിച്ചിട്ട് അറസ്റ്റ് ചെയ്തു. വയനാട് SP എന്ന് പറഞ്ഞത്. ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയെ കാണുന്ന ഒരു വ്യക്തിയാണ്, ഒരു ടൈറ്റിൽ കഥാപാത്രത്തിൽ ഈ ഓണക്കാലത്ത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുകയാണ്. അതിന്റെ ഒരു സന്തോഷം ആദ്യം ഒന്ന് പങ്കുവെക്കാമോ? അത് പങ്കുവെച്ച് കഴിഞ്ഞല്ലോ, അതായത് ഏറ്റവും വലിയ സന്തോഷം അതാണ്. നമുക്ക് പിന്നെ ടിനി പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ പുതിയ പിള്ളേര്, പുതിയ ന്യൂ ജനറേഷൻ ന്യൂജൻ എന്ന് പറയുന്ന പിള്ളേര്, അതെ, അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റിയ അതിൽ ഭാഗ്യമായിട്ടും അതിന്റെ സന്തോഷമാണ് ഏറ്റവും കൂടുതൽ. അപ്പൊ അതില് ഇവരെ കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവര് എന്റെ ഗ്യാങ്ങാണ് ഇവര്. ആ ഗ്യാങ്ങില് സുകുമാരക്കുറുപ്പായിട്ട് ഉള്ള ടൈറ്റിൽ റോള് കിട്ടിയത് ഏറ്റവും സന്തോഷം തന്നെയാണ്. അതിന് ഷെബിനെ, ഇതിന്റെ ഡയറക്ടറോട് പ്രത്യേകം നന്ദി പറയണം. ഇതില് സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേര് മാത്രമാണോ, അതോ ശരിക്കുള്ള സുകുമാരക്കുറുപ്പിനെ തന്നെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇത് ശരിക്കുള്ള സുകുമാരക്കുറുപ്പാണ്, അത് ശരിക്കുള്ള സുകുമാരക്കുറുപ്പാണ്, ഇത് ശരിക്കുള്ള സുകുമാരക്കുറുപ്പാണ്, ഇത് റാംബോ സുകുമാരക്കുറുപ്പാണ്. ഓ, ഇത് ശരിക്കുള്ള സുകുമാരക്കുറുപ്പ്, അത് വേറെ സിനിമ. നമ്മളതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് പോയില്ലേ? അതെ. ഇത് ഫൺ റൈഡ് കോഫി ഷോപ്പ്. അപ്പൊ ഇതൊരു കോഫി ഷോപ്പിൽ നടക്കുന്ന കഥയാണോ? കോഫി ഷോപ്പ് എന്റെ കോഫി ഷോപ്പാണ് അത്. അവിടെ ഈ പിള്ളേർ കംപ്ലീറ്റ് അതാണ് ഗ്യാങ്. അവര് നമ്മുടെ കുറെ ഫണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ അടുത്തൊരു വലിയൊരു കാശുകാരന്റെ വീടുണ്ട്. ആ ദിനേശ് പണിക്കറാണ് ആ ക്യാരക്ടർ. അത് ഒരു സസ്പെൻസുള്ള ഒരു ക്യാരക്ടറാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഇത് പോകും. അത് ത്രില്ലിങ്, അത് സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയാൽ മതി. ഈ ഫൺ റൈഡ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസിഡന്റ്, ഷോപ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അബൂക്ക പറഞ്ഞ പോലെ അബൂക്കയാണ് കോഫി ഷോപ്പിന്റെ ഓണർ. പിന്നെ ഗാങ്സ് എന്ന് പറയുമ്പോൾ ഞാൻ, സിനോജ് ബ്രദർ, പിന്നെ റുഷ്യൻ, വൈഷ്ണവ് ആണ് അബൂക്കയുടെ ഗാങ്സ്റ്റേഴ്സ്. പക്ഷേ അബൂക്ക പിന്നീട് ലേറ്ററാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ലോക മണ്ടന്മാരാണ്, നീ 4 എണ്ണം. സോ അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നൊരു നല്ല മൂവിയാണ് എന്നല്ലേ? ഓക്കെ അബുക്ക, ഇനി ഇവര് പറഞ്ഞ ആ ഒരു റൂട്ടീനിലേക്ക് വരികയാണ്. എത്ര തവണ ആക്ച്വലി മിസ്റ്റർ ഇന്ത്യ ആയിട്ടുണ്ട്? ഞാൻ ബോഡി ബിൽഡിംഗ് തുടങ്ങിയത് 80s പോലീസിൽ ചേർന്ന് 79 പോലീസ് ചേർന്ന് 80 ഒരു ജിംനാഷ്യത്തിൽ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. തലശ്ശേരിയിൽ, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലായിരുന്നു പോസ്റ്റിങ്. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നാണ് വർക്കൗട്ട്. അതിന് മുന്നേ അറിയാതെ രൂപത്തിൽ നമ്മൾ പഴയ നാടൻ ഇഷ്ടിക വെച്ചിട്ടുള്ള പുഷപ്പ്, മറ്റേ കല്ല് വെച്ചിട്ട് വെയിറ്റിൽ ബോഡി ബിൽഡിങ്, മറ്റേ സ്ക്വാട്ട്, ബെഞ്ച് പ്രസ്സൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. ഒരു ജിംനാഷ്യത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്നത് തലശ്ശേരി പോയതിനു ശേഷമാണ്. അതിനുശേഷം ഞാൻ 81 മിസ്റ്റർ കോഴിക്കോട്, 82 മിസ്റ്റർ കേരള, 83 മിസ്റ്റർ സൗത്ത് ഇന്ത്യ, 84 മിസ്റ്റർ ഇന്ത്യ, 86 and 87 വീണ്ടും മിസ്റ്റർ സൗത്ത് ഇന്ത്യ കിട്ടി. 92 ഈ മിസ്റ്റർ ഇന്ത്യ ഇന്റർ സ്റ്റേറ്റ് ചാമ്പ്യനായി ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടി. മിസ്റ്റർ ഏഷ്യ മത്സരത്തിന് പോയി ജക്കാർത്തയില്. അവിടെ അത് അറ്റൻഡ് ചെയ്തു. പിന്നെ കോമ്പറ്റീഷൻ നിർത്തി. പിന്നെ 8 വർഷം ഞാൻ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ നാഷണൽ ജഡ്ജായിട്ട് ഇപ്പോഴും അതിലുണ്ട്. പിന്നെ ബോഡി ബിൽഡിംഗ് പ്രൊമോഷനും മോട്ടിവേഷനും ഒക്കെ ആയിട്ട് അങ്ങനെ ആ ഫീൽഡ് മേഖലയിൽ പോകുന്നത്. കാരണം ഫിറ്റ്നസ് എന്ന് പറയുന്നത് അതിനെപ്പറ്റി അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കാര്യത്തിലേക്ക് പോകില്ല. അത് കൂടുതൽ അതിൽ ഭക്ഷണം കഴിക്കുന്ന രീതി പണ്ട് പറഞ്ഞ ഓർമ്മ. മലയാള സിനിമയിൽ ജോലിയുള്ള വിരളം ആൾക്കാരല്ല, കാരണം പോലീസിലായിരുന്നു. പട്ടണത്തിൽ ഭൂതം എന്ന് പറഞ്ഞ പടം നടക്കുമ്പോ മമ്മൂക്കായിട്ട് ഞാൻ ഇരിക്കുമ്പോ
ഈ ഡയറ്റിനെ കുറിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഭക്ഷണം കഴിക്കുന്ന കുഴപ്പമില്ലാന്ന് അബൂക്ക പറഞ്ഞു, കാരണം കാലത്ത് മട്ടൻ ബിരിയാണി കഴിച്ചു എന്നൊക്കെ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എടാ അവൻ പറഞ്ഞിട്ട് നിനക്ക് പ്രാന്താണ്, അവൻ ഫുട്ബോൾ കളിക്കും ഡെയിലി, ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടല്ല, നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടിക്കണ്ടപ്പനായി പോകുന്നു പറഞ്ഞു. നമ്മളെ പ്രോഗ്രാമിന് ഒരു പ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജാണ്, പുള്ളി നമ്മുടെ സ്കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഒരു കാര്യം വേണ്ടെന്ന് പറയാറില്ല, എന്ത് നോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഭക്ഷണമാണെങ്കിലും അത് നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും വഴിയില്ല. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഗ്രൗണ്ട് നടക്കുന്ന ആ വെന്യൂലേക്ക് പോകുമ്പോൾ പോലീസുകാർ സല്യൂട്ട് അടിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു ഇതെല്ലാ സിനിമാക്കാർക്കും കിട്ടൂല, ഇത് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴാണ് ഇത് എനിക്ക് മാത്രമേ കിട്ടുള്ളൂ. അതെ 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 അതെ. ഫിറ്റ്നസ് ഇത് അവസാനിപ്പിക്കണം. ഒരു ചോദ്യം കൂടെ ഇക്ക ഇന്നും കഴിഞ്ഞിട്ട് പൈസ കൊടുക്കണം കേട്ടോ. ആണല്ലേ? ഫ്രീ ടിപ്സ് വാങ്ങിക്കുകയാണ് ചേട്ടൻ്റെ. അല്ല ഇന്നും ഡെയിലി 3 മണിക്കൂർ വെച്ച് ഇക്ക വർക്ക്ഔട്ട് ചെയ്യോ? ഇപ്പൊ 1 മണിക്കൂർ ഒരു മെയിൻറ്റെയിനിങ് മാത്രമേ ഉള്ളൂ. പുള്ളി പറഞ്ഞാണ് സ്ഥിരതയോടെ ഉണ്ടാക്കി വെച്ചാൽ പോളിഷ് ചെയ്താണ്. വിഗ്രഹം ഉണ്ടാക്കി കഴിഞ്ഞാലേ പിന്നെ പോളിഷ് ചെയ്ത് മസിൽ മെമ്മറി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അപ്പൊ അബൂക്കൊക്കെ ഒന്ന് ഡംബിലൊന്ന് ടച്ച് ചെയ്താൽ മതി, പെട്ടെന്ന് വരും. ഞാൻ സീരിയസ് തള്ളയല്ല, ഇത് ഫാക്റ്റ് ആണ്. ഇവരെ കുറിച്ച് വേറൊരു തമാശ കൂടി പറയാം. അതായത് നമ്മുടെ അമ്മ ഷോ കോഴിക്കോട് നടക്കുന്നത്, സൂര്യയായിട്ടുള്ള ഷോ ആണ്, സൂര്യ അമ്മ അതല്ല. അപ്പൊ ഞങ്ങളൊക്കെ ഒരുമിച്ച സൂര്യേശോടെ അമ്മ. അപ്പൊ ഞങ്ങള് അപ്പൊ ഈ ബാബുരാജ്, ഭീമൻ രഘു, പുള്ളി ഒരു റൂമിലാണ്. അവരമ്മ കുഴപ്പമില്ല, അങ്ങോട്ട് എക്സസൈസ് ചെയ്യുക, പുഷപ്പ്, വെറുതെ ഇരിക്കുമ്പോൾ പുഷപ്പ് അടിക്കുക. അവരെല്ലാം ഫിറ്റ്നസും പോലീസുകാരൊക്കെ പോലീസ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇത് തമാശയായിട്ട് പറഞ്ഞല്ല, ഇത് തമാശയായിട്ട് ഇറങ്ങിയിരുന്നു. ഇവര് ടോം ആൻഡ് ജെറി ഇരുന്ന കാണുന്നത് ഭയങ്കര പൂച്ചയുടെ ചാട്ട കണ്ട അതെ പൂച്ച എങ്ങനെ പിടിക്കാൻ പോണു. നമ്മളിവിടെ ഭയങ്കര സ്റ്റാലാണ്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിരിക്കുമ്പോ അപ്പുറത്തെ പൂച്ച ഇവരുടെ റൂമാ. അല്ല അത് ലോഹന മൂവിയിൽ കണ്ടിട്ടില്ലേ? ഞാന് പിന്നെ ഫസ്റ്റിൽ എന്റെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ടോയ് കാറ് അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റപ്പ് ആയിരിക്കും. അങ്ങനെ നമ്മള് നല്ല എന്താ പറയണ്ടത്, വെൽ ബിൽറ്റ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മനസ്സ് വളരെ ബോഡി സൈസും കാര്യങ്ങളുള്ള അബൂക്ക ആള് പിള്ളേരുടെ മനസ്സാണ് എന്നല്ല അയാളാ. ഇതിൽ ആക്ച്വലി ടിൻചേട്ടന്റെ ഷായ കണ്ടിട്ട് ടിൻചേട്ടൻ മാതിരിയേ ഇല്ല. അപ്പം ഈ ഒരു ടിൻചേട്ടനെ കൂടെ പെട്ടെന്ന് കണ്ടപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് കണ്ടു. അതായത് അമലിക്കയുണ്ട്, ടിൻചേട്ടനും ഉണ്ട്. മഹാരാജാസില് പണ്ട് മിമിക്രിക്ക് എന്താ 1ാം സ്ഥാനം കിട്ടിയ ഒരു ഇത്. മഹാരാജാസിലെ പഴയ പുലിക്കുട്ടികളാന്ന് പറഞ്ഞിട്ട് എന്തൊരു ഭംഗിയാ ടിൻചേട്ടൻ അതിനകത്ത് കാണാൻ. സത്യം ടിൻചേട്ടനൊന്നും തോന്നത്തില്ല. സത്യം മീശയില്ല, താടിയില്ല, ഒന്നുമില്ല. ചെറിയ പൂടൊക്കെ ഉണ്ടായിരുന്നു. ആണോ? അതേ പടത്തിൽ അറിയുന്നില്ല. അല്ല അത് നമ്മുടെ ഒരു ടീം എന്ന് പറഞ്ഞാൽ ഇപ്പൊ മലയാള സിനിമയിൽ സജീവമാണ്. അതായത് അമൽ നീരദ്, രാജീവ് രവി, ആഷിഖ് അബു, അൻവർ റഷീദ്, ഈ ടീമുകൾ കംപ്ലീറ്റ് സിനിമയിലെത്തി. അപ്പൊ നമ്മുടെ സൂപ്പർ സീനിയർ എന്ന് പറയുന്ന ആൾക്കാരാണ് ബാബുരാജ്, ദിലീപേട്ടൻ, ഇവരൊക്കെ. അപ്പൊ മഹാരാജ് കോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു കോടാമ്പക്കം പോലെ ഇരുന്നു പണ്ട്. കാരണം അവിടെ നിന്ന് വന്നവരെല്ലാം സിനിമയിലും ഒരു സ്പേസ് കിട്ടി. അപ്പൊ എവിടെ ചെന്നാലും ഒരു സ്റ്റൂള് കിട്ടും എനിക്ക്. അവരുടെ സിനിമയിൽ അവസരം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, എവിടെ ചെന്നാലും പരിചയക്കാരായി മാറി. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 10 പൈസ കയ്യിലില്ല, നാളെ എന്താവും അറിയില്ല. പ്രത്യേകിച്ച് മഹാരാജ് കോളേജ് പഠിക്കുമ്പോൾ 20 പൈസയായിട്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. അപ്പോ ഇവരെല്ലാം മലയാള സിനിമയുടെ ഒരു പ്രധാന സ്ഥലത്തെത്തി. അത് പഴയ ഫോട്ടോ എടുത്ത് പൊക്കിയിട്ടതാണ്. ഇത് അന്നപ്പം ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും അന്ന് കോളേജിലോ സീനിയേഴ്സ് ആയിട്ടൊക്കെ പഠിച്ച ആൾക്കാർ, അവരുടെയൊക്കെ സ്വപ്നം അന്നേ സിനിമയാണോ? നമ്മുടെ സൂപ്പർ സീനിയർ അല്ലേ? ആയിരിക്കാം. അവരെ സ്വപ്നം എന്ന് പറഞ്ഞാല് ഈ കലയ്ക്ക് അവിടെ ഭയങ്കര സ്ഥാനമാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ, എന്നൊക്കെ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ യൂത്ത് ഫെസ്റ്റിവലിന് പോയത്. എനിക്ക് പോകാൻ താല്പര്യമൊന്നും ഉണ്ടായില്ല. അപ്പൊ സാറ് ഭരതൻ സാറ് നമ്മുടെ പ്രിൻസിപ്പൽ, പുള്ളി പറഞ്ഞ് നിനക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ പഠിക്കണമെന്നല്ല പറഞ്ഞത്, നീ കോമ്പറ്റീഷന് പോകണം, എന്നിട്ട് സമ്മാനം കിട്ടിയാലേ നിന്നെ ഇരുത്തുള്ളൂ എന്ന് പറഞ്ഞു. അതെ അതെ, അങ്ങനെ പോയിട്ട് സമ്മാനം മേടിച്ചിട്ട് അങ്ങനെയാണ് പരീക്ഷ എഴുതിയത്. അമലിന് അന്ന് അമൽനീരത് അന്ന് റിയാസ് എന്ന് പറഞ്ഞൊരു വേറൊരു പയ്യന്റെ ക്യാമറ ആയിട്ടാണ് മത്സരത്തിൽ പോകുന്നത്. സ്വന്തം ക്യാമറ പോലും ഇല്ല, എന്നിട്ട് ഫസ്റ്റ് അടിച്ചെടുത്ത്. ഫോട്ടോഗ്രാഫിക്ക് തന്നെ ഇവർക്കൊക്കെ സ്പാർക്ക് ഉണ്ട്. പിന്നെ വന്ന വരവെന്ന് പറഞ്ഞാൽ പഠനം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് ഇവിടെ പിരിഞ്ഞു. ഞാനിവിടെ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും പരിപാടിയായിട്ട് നടക്കുന്നു. ഇവരൊക്കെ പൂനെയിലും കൽക്കട്ടയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്ന ഒരു വരവ് ഗംഭീരമായിരുന്നു. ബിഗ്ബിയും രാജീവ് രവിയും ഇവരൊക്കെ വന്ന്, ഇപ്പൊ ആഷിഖ് അബു ആണെങ്കിലും അങ്ങനെ അൻവർ, എല്ലാവരും സിനിമയുടെ ഒരു പ്രധാന ഘടകങ്ങളായി മാറിയിരിക്കുകയാണ്. പട്ടിണി കിടക്കേണ്ടി വരും, എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒക്കെ തരുമായിരിക്കും. അല്ല ചേട്ടാ, അത്
ഇപ്പം സിനിമയിൽ വന്നിട്ട് മലയാള സിനിമയിൽ എന്നും മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ വെക്കുന്ന ഇപ്പം ബിഗ് ബി പോലെയുള്ള സിനിമ, ബാച്ചിലർ പാർട്ടി പോലെയുള്ള പടങ്ങളൊക്കെ തന്നിട്ടുള്ള ഡയറക്ടറാണ് മമ്മൂക്ക ആൻഡ് അമൽ നീരദ് കോമ്പോ. ഇപ്പൊ ബിഗ് ബി വന്നു. സോ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ സീനിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഇറ്റ്. അങ്ങനെ ഒരു സാധനമൊക്കെ തോന്നാറുണ്ടോ? അമലിന് ഞാൻ ഡെയിലി മെസ്സേജ് വിടാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അമല് തരുമ്പോ നല്ലത് വരും എന്ന് തോന്നുന്നു. അതിനായിരിക്കും ചിലപ്പോ നമ്മളിത് ഇന്ന് അമലിന് ഞാൻ എന്റെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. പുള്ളിയുടെ പടങ്ങൾ എടുത്തിട്ട് ഞാൻ പണ്ട് ബിഗ് ബിയുടെ കോമഡി ആയിട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ പറയും നീ നല്ല പടം എന്ന് പറഞ്ഞിട്ട് നീ തന്നെയുള്ള നമ്മളെ കളിയാക്കുന്നത്. നമ്മുടെ ഇപ്പൊ ട്രോൾ എന്ന് പറയുന്നത് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അത് നല്ല ബുദ്ധിപരമായിട്ടുള്ള സംഭവമാണ്. ഇപ്പൊ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രോളർ ഒന്നിരിക്കും. ഇപ്പൊ ജോണിയസ് അപ്പൊ ഇറങ്ങിയപ്പോ ഇദ്ദേഹത്തിനെ വെച്ചിട്ട് കുറെ സംഭവങ്ങൾ ഇറക്കിയിരുന്നു അല്ലെ, ഏറ്റവും കൂടുതൽ അതാണ് അല്ലെ വന്നിരുന്നത്, കുറെ വന്നിരുന്നത്. അത് ഒരു ക്രിയേറ്റീവ് സാധനമാണ്. അത് നമ്മുടെ ഗ്രോത്തിനെ സഹായിക്കുള്ളൂ. അപ്പൊ നമ്മളെ ഇപ്പൊ ഇൻസൾട്ടിങ് കോമഡി ആയിക്കോട്ടെ, നമ്മള് എന്താണെങ്കിലും ഇപ്പൊ ഞാനൊക്കെ എന്ന് പറയുന്നത് സൈബറിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഒക്കെ നേരിട്ടിട്ട് നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കാനുള്ള കാര്യം മഹാരാജാസ് കോളേജിൽ നിന്നുകൊണ്ടാണ്. അവിടെ അടിയതാണ് രാഷ്ട്രീയം എല്ലാം കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മളെ എല്ലാവരും ഇപ്പൊ പട്ടിണി നടന്നാലും അങ്ങനെ വന്നിട്ടുള്ളതാണ്. നമ്മളൊക്കെ ബക്കറ്റ് വിരുവ് നടത്തിയിട്ടാണ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോയത്. കാശ് എന്നൊക്കെ പറഞ്ഞ പിന്നാലെ വന്നിട്ടുള്ളതാണ്. നമ്മുടെ ആഗ്രഹമാണ് ഇതിൽ വരണം. മറ്റേതാണ് നമ്മൾ ഇന്നത് തന്നാലേ അഭിനയിക്കുള്ളൂ അങ്ങനെ പറയാറുള്ള ഒരു സ്ഥലത്തും. ഇന്നത് തന്നാലേ ചാനൽ അങ്ങനെയൊന്നുമല്ല. അവർക്ക് പറ്റാവുന്നത് എന്താണ് അത് നമുക്ക് അവർക്ക് ശല്യം ഉണ്ടായില്ലാണ്ട് നമ്മൾക്ക് പോകുക എന്നുള്ളതാണ്. ഒരാളുടെ അടുത്തുനിന്നും നമ്മള് അവനെ വിളിച്ച പണിയാണെന്നുള്ളത് പറയിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. അബൂക്കെ അങ്ങനെ കേട്ടിട്ടില്ല. വിളിച്ചാൽ ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ അയാൾ ഭയങ്കര പ്രശ്നക്കാരൻ അങ്ങനെ. അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഇപ്പോഴും നിൽക്കുന്നത്. ഈ ഓണത്തിന് നമ്മൾ സ്ക്രീനിൽ എത്തുന്നു എന്ന് പറഞ്ഞ നിസ്സാരമല്ലേ. നമ്മള് ആദർശ ദിലീപിന്റെ ഒക്കെ പോലുള്ള ഓഡിയോ കാസറ്റിലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോഴുള്ള ഇറങ്ങുന്ന പുതിയ പിള്ളേരോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുന്നത് നമ്മൾ പ്രശ്നക്കാരനല്ല, സൈഡിൽ കൂടി പോയിക്കോളൂ എന്നുള്ളത്. പിന്നെ എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ള പ്രോമിസിങ് ആക്ടേഴ്സ് ആണ് നിങ്ങളൊക്കെ. ഓക്കെ ടിൻചേട്ടാ, ഒരു സംശയം കൂടി ഉണ്ട്. അന്നത്തെ ആ ഫോട്ടോ കണ്ട് ചോദ്യം ചോദിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഒരുപാട് ഗേൾസ് ഫാൻസ് ഒക്കെ ഒരുപാടൊന്നുമില്ല, ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഭയങ്കര ഒറ്റല് മാത്രം ഇതാണ്. പക്ഷെ മിമിക്രി നിർത്തണമെന്ന് പറഞ്ഞപ്പോ പോയി പണിക്കോളാം. അപ്പൊ സൂര്യ പറയൂ, എന്താണ് കഥാപാത്രം? കഥാപാത്രം അബൂക്കയാണ് നമ്മളെ മെയിൻ ആശാൻ. എന്നിട്ട് ആശാന്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മൾ 4 ക്യാരക്ടേഴ്സ്. അവർക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് ഫാമിലി ലൈഫ് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദിവസം ലൈക്ക് നോർമലി പോണ കോഫി ഷോപ്പിൽ ഒരു ദിവസം വരുന്ന ഇൻസിഡൻറ്റ്, അപ്പം അതിനകത്ത് കുറേ ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യ ചേച്ചിയാണ് നമ്മളെ പോലീസ് ഓഫീസറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. സോ ത്രില്ലർ എന്നും പറയാം. ഇറ്റ്സ് ലൈക്ക് എ ബണ്ടിൽ പാക്ക്, മീനിങ് ചോട്ടാ പാക്കറ്റ് മേ ബഡാ ധമാക്ക എന്ന് പറയുന്ന രീതിയിൽ. ആക്ഷനാണോ ആക്ഷൻ എന്നും പറയാൻ പറ്റില്ല, കോമഡിയാണോ കോമഡിയാണെന്നും പറയാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു ലൈക്ക് സീയിങ് ദ തലപ്പതി? മാം അവിടെ ഓൾമോസ്റ്റ് മാം ഞാൻ SRM യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. വിഷ്വൽ മീഡിയ ആണ് ചെയ്തത്. എനിക്ക് ഇവന്റെ സംസാരം കേൾക്കുമ്പോഴേ തത്സമയം ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ TK രാജീവ്കുമാർ സാർ ഫസ്റ്റ് അവൻ വന്നിട്ടുള്ളൂ. അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പൊ ഈ ഉണ്ണിമോന്തൻ എന്നിട്ട് അതിൽ വിക്കനാണ്. ചേട്ടാ ഇത് എങ്ങനെയാണ് ഈ സ്റ്റാമറിങ്? നമ്മൾ ഈ മിമിക്രിയിലൊക്കെ ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അപ്പൊ പറഞ്ഞു അതിനകത്ത് വിക്കനായിട്ടാണ്. ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ സാധനം, പക്ഷെ ഭയങ്കര വിക്ക നിത്യാമേനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ സിനിമയിലുണ്ടാക്കാം. ഇതിനു മുമ്പ് ലോഹിത് സാറിന്റെ പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മരിച്ചത് നടന്നില്ല. അങ്ങനെ നിരാശനായിട്ട് ഭയങ്കര ഇതായിട്ട് കണ്ടിരുന്നു. എനിക്ക് സെയിം ഒരു ആറ്റിറ്റ്യൂഡാണ് എന്റെ തോന്നുന്നത്. നമ്മൾ ഈ പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ ലക്ഷണം പറയാറുണ്ട്. എന്റെ ലക്ഷണം ആരും പറഞ്ഞു തരാറില്ല. പക്ഷെ പുതിയതായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പല ലക്ഷണമാണ് പറയാൻ പറ്റാത്ത പല ലക്ഷണമാണ്, ഒരാളല്ല കുറെ ലക്ഷണങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് എന്നെ ജഡ്ജായിട്ടൊക്കെ പല പരിപാടിക്ക് തീർന്നത്. ഇയാൾ പറഞ്ഞ ഏകദേശം കറക്റ്റ് ആയിട്ട് വരും. കൈതോട്ടല്ലോട്ടെ എന്റെ ആസ്ട്രോളജി ഒന്നുമില്ല. പക്ഷെ നമുക്ക് കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ എൻട്രിയും അവരുടെ നിലനിൽപ്പൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഇവന് നല്ല സാധ്യത ഉള്ളതാണ്. കാരണം ഇപ്പൊ ഒരുപാട് പുതിയ ഫേസസിനെ തേടിക്കൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോ തീർച്ചയായിട്ടും മലയാള സിനിമയിൽ നിറഞ്ഞ സാന്നിധ്യമായിട്ട്. പക്ഷെ പണിയെടുക്കാൻ ഇത് ഒരു ഗ്ലാമർ ഫീൽഡാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. ഒരുപാട് ഉറക്കം നിന്നിട്ടുള്ളവരാണ്. ഞാൻ ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ കോടികൾ മേടിക്കാൻ തുടങ്ങിയത് ഈ അടുത്തൊക്കെയാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ പടത്തിൽ 25,000 രൂപ ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ ലാലേട്ടനൊക്കെ. അപ്പൊ ഇവരൊക്കെ പണിയെടുത്താണ് ഇത് ഓൾ ഇന്ത്യ ലെവലിൽ സിനിമയിൽ എത്തിക്കുകയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മലയാള സിനിമയെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത്. ടിനിച്ചേട്ടന്റെ ആദ്യ ഫിലിമില് ടിനിച്ചേട്ടന്റെ റെമ്യൂണറേഷൻ എത്രയായിരുന്നു ഒന്ന് വെളിപ്പെടുത്താവോ? എനിക്ക് കാശ് കിട്ടാണ്ടിരുന്നിട്ടുള്ളൂ. ഇല്ല, ചിലപ്പോ കുറവായിരിക്കും, പക്ഷെ പറ്റിച്ചിട്ടില്ല ആരും. മലയാള സിനിമയിലെ നിർമ്മാതാക്കളോട് ഞാൻ, അതായത് അവരാണ് മാതാവ് എന്ന് പറയുന്നത്. നമ്മള്
ചിലപ്പോൾ കാശ് കുറവായിരിക്കും, അത് എന്നാലും അത് കൃത്യമായിട്ട് തന്നിട്ട് അതിന്റെ റിമ്യൂണറേഷൻ എത്ര എന്നുള്ളത് എനിക്കറിയാം. പഞ്ചപാണ്ഡവർ എന്ന് പറഞ്ഞ സിനിമയിലാണ്. പക്ഷെ ഞാൻ നിരാശനല്ലായിരുന്നു ഓർമ്മയില്ല. അതിലുണ്ട്. അതിലും എനിക്ക് നടപ്പായിരുന്നു മൊത്തം, ഡയലോഗൊന്നുമില്ല. കാരണം രാജുദേവിന്റെ അനിയനാ, ഫുള്ള് നടപ്പാ ഇങ്ങനെ വെല്ലുവിളിച്ചിട്ട് കണ്ണൊക്കെ മിഴിക്കണം, ഡയലോഗില്ല. ഒരേപോലെ ഷർട്ട് തയ്ച്ചിട്ടുണ്ട് ഞങ്ങൾക്ക്, തിളങ്ങുന്ന ടൈപ്പ്, മറ്റേ ഹിറ്റ്ലർ ടൈപ്പ് ഷർട്ട്. രാജുദേവ് മൂത്തത്, ശശീന്ദ്ര എന്ന് പറഞ്ഞ എന്റെ പ്രൊഡ്യൂസർ, പുള്ളി രണ്ടാമത്തത്, ഞാൻ മൂന്നാമത്തത്. അപ്പൊ ഇങ്ങനെ ചേട്ടന്മാരിങ്ങനെ നടക്കും, പുറകിൽ ഇങ്ങനെ നടക്കും, രൂക്ഷമായിട്ട് നോക്കുക. അത് കുറെ ഡയലോഗുകൾ വരും, അത് ലാസ്റ്റ് വരണം അതെ അത്രയ്ക്ക്. പക്ഷെ രാജേട്ടനൊക്കെ തന്നൊരു ഇതുണ്ട്, അതായത് അന്ന് തന്നേക്കണ ഒരു എനർജി. ഞാൻ പറഞ്ഞു ഇനി കിട്ടുമോ എനിക്ക്, എടാ അതൊക്കെ വരുവാ, നീ കിടന്ന് ഇതാവല്ലേ ഇനിയും വരും സിനിമകൾ ഇങ്ങനെ, അത് നിന്നെ അന്വേഷിച്ച് വരും. അവരൊക്കെ നമുക്ക് തന്നിട്ട് പോയിട്ടൊരു ധൈര്യമുണ്ട്, ആ ധൈര്യത്തിന്റെ പുറത്ത് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോട്ടെ എന്തായാലും. പക്ഷെ ഞാൻ പറയില്ല, സിനിമയിൽ എനിക്ക് അങ്ങനെ ദുരനുഭവങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തിക്കലോ, ചിലപ്പോ ചില സിനിമയില് എനിക്ക് ഏറ്റവും ഭയങ്കര രസം തോന്നിയത് പ്രിയനന്ദൻ സാറിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, ഇർഷാദിന്റെ. അന്ന് സിനിമ കഴിഞ്ഞപ്പോ എനിക്കത് കാറൊന്നുമില്ല. അപ്പൊ ഇർഷാദ് പറഞ്ഞു ഇത്തിരി ബുദ്ധിമുട്ടിലാണ്, ചെറിയൊരു പടമാണ്, കാവ്യം മാധവനും ഇർഷാദുമാണ് നായകൻ. അപ്പൊ ഭക്തനാലത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോയിക്കോളാം. അന്ന് ബസ് നോക്കിയപ്പോ ഹർത്താലും, അന്ന് അവിടെ പോകാൻ റൂമില്ല, പേയ്മെന്റ് പിന്നെ തരൂട്ട, അത് തരാന്ന് പറഞ്ഞില്ല. പക്ഷെ അന്നൊരു ബുദ്ധിമുട്ട്. അപ്പൊ അവരെന്റെ അടുത്ത് വന്നിട്ട് വെച്ച്, ഞാനൊരു പോലീസുകാരനാ, അതിലൊരു പട്ടിയുണ്ട് എന്റെ കൂടെ, ഈ പട്ടീനെ കൊണ്ടുപോകണ വണ്ടിയുണ്ട്, അതിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓർത്തു എവരി ഡോഗ് ഹാസ് എ ഡേ. അപ്പൊ പട്ടി രാജീവ് എന്ന് പറഞ്ഞൊരുത്തനാണ് രാജ്യത്തിന്. അപ്പൊ അവന്റെ ടവേറിൽ ഞാൻ കേറി ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ പട്ടി ഇവിടെ വന്ന് എന്നെ നോക്കാണ്, കാരണം ഇവിടെ ഇങ്ങനെ ആളിരിക്കാറില്ലേ. അപ്പൊ ഈ സാധനം വന്ന് ഇങ്ങനെ നോക്കി, ഞാൻ എന്തൊരു കുഴപ്പമുണ്ടാവും, ഒരു കുഴപ്പമില്ല. അങ്ങനെ കുറെ അതവിടെ പോയി. അപ്പൊ രാജീവ് പറഞ്ഞു നിങ്ങൾ വലിയ നടനാകുമ്പോൾ മറക്കരുത്, എന്റെ വണ്ടിയിലാണ് നിങ്ങൾ വന്നേക്കണത്. ഞാൻ അത് ഇപ്പോഴും ഞാൻ പറയാൻ കാരണം ഞാൻ ഓർക്കണാണ്. അപ്പൊ അന്ന് വണ്ടിയിൽ വന്നോണ്ടിരിക്കുമ്പോ ഓർക്കൊണ്ടിരിക്കും സൗണ്ടിൽ പെട്ടെന്ന് നോക്കിയപ്പോഴേ എന്നും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒരു ഉപദ്രവം ഒന്നും ചെയ്തില്ല. പക്ഷെ അന്ന് ഞാൻ ഓർക്കണത് അതിന് ഈ അത്രയും ദാരിദ്ര്യമുള്ള ഒരു പടത്തിൽ പോലും എനിക്ക് കാശ് വന്നു വരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ. പക്ഷെ ആ പട്ടീനാണ് ഞാൻ ഓർക്കുന്നത്, അവരില്ലായിരുന്നു ഞാൻ ഇന്ന് വീട്ടിലെത്തൂല. സിനിമയിൽ അങ്ങനെ എവരി ഡോഗ് ഹാസ് എ ഡേ, ഏതൊരുത്തരും അതിലൊരു സത്യമുണ്ട്. എന്തായാലും കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജയം ഒരു കൊടുക്കുന്നുള്ളൂ. അതെ അതെ. അബുക ഈ പോലീസ് സർവീസിൽ ഇരിക്കുമ്പോൾ ഒരുപാട് വില്ലന്മാരെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൽ ഏതെങ്കിലും വില്ലന്റെ എന്തെങ്കിലും മാനറസോ ഒക്കെ ഞങ്ങൾ പിന്നീട് അബുക്കയിലൂടെ ഓൺ സ്ക്രീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. വില്ലന്മാരൊക്കെ നമ്മൾ അനുകരിക്കേണ്ട കാര്യമില്ലല്ലോ. വില്ലൻ നമ്മുടെ ഒരു വില്ലത്തരം എന്തെങ്കിലും ഒരു മാനറിസം പോലെ അങ്ങനൊന്നും അതവിടെ വിടും. പിന്നെ നമ്മളിപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ കഴിഞ്ഞാൽ അത് വിട്ട് അടുത്ത ക്യാരക്ടറിലേക്ക് പിടിക്കും. എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസാന്നുള്ളത് ഞാൻ ഓർക്കാറേ ഇല്ല. അപ്പം അല്ലെങ്കിൽ ആ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ അതിൻ്റെ പോലീസിൻ്റെതായിട്ടുള്ള ഒരു ഡിസിപ്ലിനും പങ്ക്ച്വാലിറ്റിയും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അത് അന്നും എന്നുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ മാതിരി നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. അത് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഒരു വൈൻഡപ്പ് ചെയ്യുന്നതിന് കൂടുതൽ സുകുമാരക്കുറുപ്പ് എല്ലാവരും കാണണം. അതാ ഞാൻ അതിനകത്തേക്കാ വരണത്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇപ്പൊ ഒരു ടൈറ്റിൽ വേഷത്തില് അബൂക്ക എത്തുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്തുകൊണ്ടും എന്താണ് ഈ സിനിമയിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. അത് ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തത് ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാണ്. അത് പിന്നെ കുറച്ച് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഇവർ രണ്ടാളും എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി തമാശയൊക്കെ പറഞ്ഞാലും ടൈറ്റിൽ ക്യാരക്ടർ ഫുഡ് ഇൻസ്പെക്ടർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. ഫുഡ് ഇൻസ്പെക്ടർ ടൈറ്റിൽ കൊടുക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അതല്ല പറയുന്നത്, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറുപ്പക്കാർ, ടീനി പറഞ്ഞ പോലെ തന്നെ ചെറുപ്പക്കാരുടെ ഒരു സംരംഭമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ നിന്നത് മാത്രം. ചെറിയൊരു പടം, വളരെ എന്താണ് പിന്നെ കോമഡിയും അതുപോലെ തന്നെ ത്രില്ലിങ്ങും യുവാക്കൾക്കും എല്ലാം, ടീനേജിനും അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ കണ്ട് രസിക്കാൻ പറ്റിയ എല്ലാ ചേരുവകളും ഇതിലുണ്ട്. കാക്കിപ്പട എന്ന സിനിമ ഡയറക്റ്റ് ചെയ്ത ഷെബീനാണ്, ഇത് ചാവക്കാടാണ് ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തതും വളരെ സൗകര്യത്തോടു കൂടി തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് പ്രജീവൻ പ്രൊഡക്ഷൻസ് വളരെ നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ
എല്ലാവർക്കും എല്ലാ ചേരുവകളും ഇതിലുണ്ട്, ചെറിയ തോതിലാണെങ്കിലും. വലിയൊരു സിനിമ ഒന്നും പറയുന്നില്ല, കണ്ട് രസിക്കാനും ഒരു ചിരിക്കാനും അതുപോലെ തന്നെ കുറച്ച് ചിന്തിപ്പിക്കാനൊക്കെ ഉള്ള സിനിമയാണ്. എല്ലാവരും കാണുക, ഇത് വിജയിപ്പിക്കണം. ഓണത്തിന് ഇറങ്ങുന്നതുകൊണ്ട് കൂടുതൽ സന്തോഷമുണ്ട്. ടിനി പറഞ്ഞ മാതിരി ഓണത്തിന് ഒരു ചിത്രം നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടറുള്ള ഒരു സിനിമ ഇറങ്ങുക എന്ന് പറയുന്നത് അതിലും വലിയ സന്തോഷമുണ്ട്. എല്ലാവർക്കും ഓണാശംസകളും നേരുന്നു. ഈ സിനിമ കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. കൂടുതൽ സിനിമാ വിശേഷങ്ങളും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഐ വിൽ ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്. അതുവരേക്കും ദിസ് ഇസ് മീ മീനാക്ഷി സുധീർ സൈനിങ് ഓഫ് ഫ്രം സെല്ലുലോയിഡ്. സീ യു.